അപ്പോൾ നമ്മൾ അമ്പലത്തിലൂടെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അമ്പലം എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതുകൊണ്ടല്ലേ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പിക്കപ്പ് ആണോ? പിക്കപ്പാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പറഞ്ഞാൽ പിക്കപ്പ്, ജീപ്പ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലൊക്കെ ഉണ്ട്. പിന്നെ കണ്ട് ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഉണ്ട് വെട്ടിരിമ്പ് കാര്യങ്ങൾ കണ്ടില്ലേ, അങ്ങനത്തെ കടകളുണ്ട്. പിന്നെ നമ്മൾ ഈ ഇതുണ്ടല്ലേ നമ്മുടെ എന്താ പറയുക വീട്ടിലുള്ള കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് എന്തോ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. പയറ് മാർഗ്ഗങ്ങൾ, പച്ചക്കറിയുടെ എല്ലാ വിത്ത് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഉണ്ട് കളിപ്പാട്ട കടയുണ്ട്. എൻ്റെ ചേട്ടൻ അവിടെ പട്ടിക്കുട്ടിക്കൊക്കെ ഉണ്ട് വേറൊക്കെ അടിക്കുന്നതിനിടയിൽ. പിന്നെ അതുപോലെ തന്നെ എന്താ എല്ലാ സാധനവും ഉണ്ട്. കളിപ്പാട്ടങ്ങൾ ഉണ്ട്, ടോയ്സ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അമ്പലത്തിലോട്ട് നമ്മൾ പോവാണ്. അപ്പം കളിപ്പാട്ടം കടയുണ്ട്, കപ്പലണ്ടി കണ്ടില്ലേ, കപ്പലണ്ടി കാര്യങ്ങൾ അങ്ങോട്ട് തിരക്ക കണ്ടില്ലേ, ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ കണ്ടില്ലേ ബലൂണ് കാര്യങ്ങൾ, കളിപ്പാട്ട കടകൾ അതുണ്ട്. കണ്ടില്ലേ ഹോട്ടലും കാര്യങ്ങളും കണ്ടോ. കാരണം ഈ ഹോട്ടലെന്ന് പറഞ്ഞാൽ ലേലത്തിൽ പോകുന്ന കേട്ടോ. കാരണം സീസണിൽ മാത്രമുള്ള ഹോട്ടലും കാര്യങ്ങളാണ് ലേലത്തിൽ വിളിക്കുന്നത് കേട്ടോ. പിന്നെ ഈ കടകളൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലാതെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വേദന, കൈക്ക് വേദന, മുട്ടുവേദന, നടുവേദനയ്ക്ക്, വാദവേദനകൾക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം പച്ചമരുന്ന്. പിന്നെ പച്ചമരുന്ന് കാര്യങ്ങളും ബാഗൊക്കെയാണ് കേട്ടോ. ബാഗും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. പിന്നെ ഐസ്ക്രീം കടയുണ്ട്. നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ സൈഡിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. മുത്തോന്നില്ലയോ? ആ എന്തുകൊണ്ട് ബ്ലോഗാ വീഡിയോ അപ്പോൾ നമ്മൾ എൻ്റെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഒരു കാഴ്ച നിങ്ങൾ മിസ് ചെയ്യത്തില്ല കേട്ടോ. എല്ലാ കാഴ്ചയും കാണണം കേട്ടോ. ഇവിടുത്തെ കണ്ട ഓ നമ്മളിപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് വിശേഷം? പോകണോ അതോ പോകണോ? രാവിലെ വന്നായിരുന്നു. ഓക്കെ കാണാം. ശരി. കണ്ടില്ലേ ഇവിടെ കളിപ്പാട്ട കടകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കളിപ്പാട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കടകളും കാര്യങ്ങളൊക്കെ. അപ്പം ഭയങ്കര പൊടിയാണ് കേട്ടോ. ഇവിടെ ചെന്നാലും പൊടിയും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ ഫുള്ള് വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. നമ്മൾ ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ആ കുളമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റത്തില്ല, എത്ര ചൂട് വന്നാലും പറ്റത്ത ഒരു കുളമാണ് കേട്ടോ. നമുക്ക് ആ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വേണ്ടില്ലേ, ഇതാണ് ആലംകുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കുളമെന്ന് പറയുന്നത് കേട്ടോ. എന്ന് കണ്ടില്ലേ. ഇതാണ് ആലംകുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കുളമെന്ന് പറയുന്നത്. ഇത് എത്ര ചൂടാണെങ്കിലും എത്ര ഇതാണെങ്കിലും പറ്റത്തില്ല, ഇതേപോലെ തന്നെ വെള്ളം കിടക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കുളത്തിലെല്ലാം പായലും കാര്യങ്ങളൊക്കെ കിടക്കും കേട്ടോ. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റിസ്ക് ആയിരിക്കും, ചതുപ്പായിട്ട് കിടക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് നേരെ അമ്പലത്തിൽ പോകാം കേട്ടോ. അമ്പലത്തിൽ തന്നെ കയറാം. നമ്മൾ പിന്നെ അമ്പലത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ. പൊടിയെല്ലാം കടിച്ച് തുമ്മലായി കേസ്. കാരണം പൊടി നല്ല കണ്ടവാനകത്ത് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തുമ്മി ഒരുപാട് വരും മിക്കവാറും. എന്ത് ഇവിടെ പിന്നെ ക്ലിനിക്ക് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ വരുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന ക്ലിനിക്ക് കാര്യങ്ങൾ, ഡോക്ടർമാർ എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അമ്പലത്തിലോട്ട് കേട്ടോ.
അമ്പലത്തിട്ടോ. കാരണം ദേഹം ഉടുപ്പ് മൊത്തം പൊടി, ഉടുപ്പും പാൻറ്റും എല്ലാം പൊടിയായി കേട്ടോ, എല്ലാം പൊടിയായി. കണ്ടില്ലേ? നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നമുക്ക് എന്തായാലും അമ്പലത്തിലോട്ട് കയറാം കേട്ടോ. നമുക്ക് അമ്പലത്തിലോട്ട് കയറാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇട്ടോ ചെരുപ്പ് ഇട്ടോ. അപ്പോൾ നമ്മള് ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെരുപ്പൊക്കെ ഇങ്ങോട്ട് കൂടിയിട്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി അമ്പലത്തിലോട്ട് കയറും കേട്ടോ. നമ്മൾ പറഞ്ഞ നമ്മളെ ആലുവൻകുടി ശ്രീ മഹാദേവ ക്ഷേത്രം വേണ്ടിയതാണ്. ഇതാണ് ശ്രീ മഹാദേവ ക്ഷേത്രം. നല്ല തിരക്കാണ് കേട്ടോ, കണ്ടില്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ ആലുവൻകുടി ശ്രീ മഹാദേവ ക്ഷേത്രം. ശിവഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇതുകൊണ്ടല്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ പറയിടിയിലും കാര്യങ്ങളൊക്കെ കേട്ടോ, കണ്ടില്ലേ? ഇവിടെ പറയിടിയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഹായ്, നമ്മളിപ്പം വീഡിയോസ് കണ്ടല്ലോ. അപ്പം അമ്പലത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. കണ്ടോ? ഇതാണ് നമ്മുടെ ആലുവൻകുടി ശിവക്ഷേത്രം. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ തൊഴിലെടുക്കുക വേണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തിരിയും കാര്യങ്ങളൊക്കെ മേടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് എണ്ണയും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. ഇവിടെയാണ്. അവിടെ നല്ല തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം, പോയിട്ട് എണ്ണയും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. എന്നിട്ട് നമുക്ക് തൊഴുതിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കേട്ടോ, ഭയങ്കര തിരക്കാണ് ഇവിടെ. നമുക്ക് എണ്ണ തിരിയൊക്കെ മേടിച്ചു വരാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കണ്ടോ, എണ്ണ തിരിയൊക്കെ മേടിച്ചു കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി പോയി അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് പറഞ്ഞാൽ ഊരാളിത്തറയിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് ലോങ് ആയിട്ടുള്ളൊരു ഇത് കാണാം കേട്ടോ. ഇവിടെ നമുക്ക് കാണാം. നമ്മൾ പോയി കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ജനസാഗരം എന്നൊക്കെ പറയാം, അതുപോലുള്ള അവസ്ഥ. ജനസാഗരമാണ് ഇവിടെ. ഇല്ലേ? മാലയും വളയും കമ്മലൊക്കെ ഉണ്ട്, കണ്ടല്ലേ? എല്ലായിടത്തും ബാഗിന്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ബാഗ് ഉണ്ട്, വാച്ച കാര്യങ്ങള് കണ്ടില്ലേ? വാച്ച കാര്യങ്ങള്, ബാഗ് കണ്ടോ. അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്യുകയാണ്, കണ്ടില്ലേ? പായസമൊക്കെ എന്താ കേട്ടോ. പായസമൊപ്പം ചോറുവൊപ്പം പരിപാടിയൊക്കെയാണ്. ഇവിടെ കണ്ടില്ലേ കുറെ പാവയും കാര്യങ്ങളൊക്കെ. നല്ല ക്യൂട്ട് പാവകളെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദുഷ്ടന്മാരെയും ശുദ്ധമാക്കും പുനരതിലിഷ്ടലാഭത്തെ കൂടി. ഇവിടെ കണ്ടോ മാലയം വളി, ഇതുണ്ടല്ലേ സിന്ദൂരം ഉണ്ട് കേട്ടോ. എല്ലായിടത്തും മാലയും വളയൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കേട്ടോ. മാലയുണ്ട്, വളയുണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടെല്ലാം നീണ്ടുണ്ട് ആരംഭിക്കുന്നുണ്ടോ. ഭക്ഷണത്തിന് ഒരു ക്ഷാമമില്ല കേട്ടോ, ഇഷ്ടം പോലെ ഭക്ഷണമായിരിക്കും കണ്ടില്ലേ. ഇവിടെ മുറുക്കാൻ വെക്കുന്ന കാഴ്ചയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ മലയുടെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. മലയുടെ ഭാഗമായിട്ടുള്ളൊരു തറയാണേ. അവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കണ്ടോ. ഇവിടെ എല്ലാം അങ്ങോട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഓരോരോ പൂജയും കഴിഞ്ഞിട്ടില്ലേ. ഇവിടെ മുറുക്കാനൊക്കെ വെച്ചേക്കുന്നില്ല മലക്കൊക്കെ. ഇത് മലയ്ക്ക് വെക്കുന്നതിന് ഇവിടെ അല്ല. അപ്പം നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ നമ്പറില്ലേ ഇവിടെയൊക്കെ വന്ന് കണ്ട്. അപ്പോൾ ഇനി എന്താ പറയാനേ, ഇപ്പം ഞാൻ അവിടെ നിന്നപ്പോൾ നേരത്തെ വീഡിയോയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനി വരുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് ഇവിടുത്തെ. അപ്പോൾ വിശക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ
ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. നല്ല വിശപ്പുണ്ട്. കണ്ടോ എല്ലാവരും കണ്ടോ, ഓരോരുത്തർ കണ്ടില്ലേ, എല്ലാവരും കഴിച്ചുകൊണ്ടൊക്കെയിരിക്കുകയാണ്. കണ്ടില്ലേ കണ്ടോ, എല്ലാം ഉണ്ട് കണ്ടോ, പായസവും കാര്യങ്ങളും അതും ഇതും കണ്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഴുക്കുണ്ട് കേട്ടോ, കപ്പയുണ്ട്, പുഴുക്കുണ്ട്, പിന്നെ ചേന അങ്ങനെയുള്ള പുഴുങ്ങിയതൊക്കെ ഉണ്ട്, പിന്നെ ചോറുണ്ട്, കഞ്ഞിയുണ്ട്, പായസമുണ്ട്. പായസമൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ. പായസമൊക്കെ നമ്മുടെ ആവശ്യം പോലെയാണ്. കാരണം എല്ലാവർക്കും ഓരോ നേർച്ചയാണ്, കാരണം ഓരോരുത്തർ നേർച്ച വകയായിട്ടാണ് ചെയ്യുന്നത് കണ്ടോ. അപ്പം ഇതൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു പുതുമയായിരിക്കും. പുതുമയല്ലാത്തവരുണ്ട്, പുതുമയുള്ളവരുണ്ട്, ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ചിലപ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ടുള്ളവർ കാണും, വരാത്തവർ കാണും, അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ കാണും. അപ്പം എന്താ പറയുന്നത്, അപ്പം നമ്മൾ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അവരെ എന്താ പറയുക, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതുവരെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം കേട്ടോ. തിരക്കാണ്, തിരക്ക് കൂടിക്കൂടി വരുവാണ്, കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്, കണ്ടില്ലേ, ചോറുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിയൽ ഒരു ബുദ്ധിമുട്ടില്ല, ഇഷ്ടം പോലെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എന്തുവാ ഇത് വരുന്നത് നമ്മുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. ചേച്ചിയുടെ മോളാണ് വരുന്നത്. വേണ്ട, ഇത് ഇളയ മോള്, ഇവിടെ മൂത്തവള്. അവരെല്ലാം നിന്റെ കഴിച്ചോടി. അതേണ്ട അവര് വേണ്ട കഴിച്ചുകൊണ്ടിരിക്കുക. അവിയലാണ്, അവിയൽ മേടിച്ച് അതേട്ടാ സാമ്പാർ കഴിച്ചു. അടുത്ത സാമ്പാറുണ്ട്, പുളിശ്ശേരി മേടിച്ചിട്ട് കഴിച്ചോട്ടോ. അപ്പം ശരി എന്നാ കേട്ടോ. അപ്പോൾ അടുത്ത വെള്ളം കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോക്ക് കാണാമേ. ഇത്ര ചരുവാന്ന് നോക്കിക്കൊണ്ടില്ല. അവിടെ ഇവിടെ ഇടേണ്ടത് പായസം തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ അരി തിളച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലായിടത്തും ഇവിടെ ഫുള്ള് പായസമാണ് കേട്ടോ. ഈ ഒരു ഏരിയ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് പായസത്തിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ലേ. ഇവിടെ പിന്നെ പുഴുക്കൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയും എൻ്റെ എന്താ പറയുക സംഭാഷണ രീതിയും, പിന്നെ എൻ്റെ സംഭാഷണത്തിലും എന്താ പറയുന്നത്, പിന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണെങ്കിൽ ആർക്കും തോന്നില്ല. കാരണം എൻ്റെ ഒരു ചെറിയ സാധാ ഒരു ഫോണാണ്, ആ ഫോൺ വെച്ചാണ് ഞാൻ ഇത്രയും കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അല്ല എൻ്റെ സംഭാഷണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, കാരണം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് പറയുമല്ലായിരുന്നു പകുതിയും. കാരണം ഫുള്ള് 100-ൽ 90% എല്ലാം നമ്മൾ ലൈവായിട്ട് തന്നെ പറയുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് എല്ലാം നിങ്ങൾ പൊറുക്കണം. അപ്പോൾ നമ്മൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതുപോലെ നല്ല വീഡിയോസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത നല്ല വീഡിയോസും കാര്യങ്ങളും പരമാവധി എടുക്കാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ കണ്ണിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ബൈ ബൈ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വഴിയും കാര്യങ്ങളും കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു ജീപ്പ് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കും ദിവസം അയച്ച കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതോടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.